ഒരു കപ്പിൾ, പ്രത്യേകിച്ച് ഒരു സ്ത്രീ ഒരു പ്രഗ്നൻസി പ്ലാൻ ഉണ്ടാവുകയാണെങ്കിൽ അവർ തീർച്ചയായും ഒരു പാരൻറ്റിങ് ക്ലാസ് അല്ലെങ്കിൽ പാരൻറ്റിങ്ങിനെ പറ്റി കൂടുതൽ പഠിച്ചിരിക്കണം എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. നമ്മൾ ഈ സിനിമയിൽ കാണുന്ന പോലെ ഒരു സോങ് സീന് കഴിയുമ്പോഴേക്കും അവർ പ്രഗ്നൻ്റ് ആവുന്നു, ഡെലിവറി, കുട്ടി വലുതാവുന്നു എന്നല്ലല്ലോ. ഇതൊരു ലോങ് പ്രോസസ്സാണ്. അപ്പോൾ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്കൊന്നും അറിയില്ല. അതേപോലെ തന്നെയാണ് ഒരു മദർ ജനിച്ചു കഴിയുമ്പോൾ അവർക്ക് ഒന്നും അറിയില്ല. അപ്പം അവർ മദറിന് എന്തെങ്കിലും പഠിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആ മദർ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാരൻറ്റിങ് നമുക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് പഠിച്ചെടുക്കാൻ ശ്രമിക്കും. ഇനി നമുക്ക് കാണാം, ഒരു കുട്ടി ജനിച്ചതിന് ശേഷം പാരൻറ്റ് ആ കുട്ടിയെ എങ്ങനെയൊക്കെയോ വളർത്തി അത്യാവശ്യം ആ കുട്ടി സംസാരിക്കാനോ ഇനി നടക്കാനോ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ അടുത്ത് അലറിയാണ് പാരൻറ്റ് സംസാരിക്കുക, അല്ലെങ്കിൽ പലതും അനുസരിപ്പിക്കാൻ നോക്കുന്നത് അലറിയാണ്, അല്ലെങ്കിൽ ഒച്ചയിട്ടിട്ടാണ്. ഒച്ചയിട്ട് ഒരിക്കലും നമുക്കൊരു സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയില്ല. പകരം ആ കുട്ടിയുടെ അടുത്ത് നമുക്കൊരു അകൽച്ചയാണ് വരിക. മാത്രമല്ല ആ കുട്ടിക്ക് ഈ ഒച്ചയിടുന്നത് കൊണ്ട് ഒരു നെഗറ്റീവ് എനർജി ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. പലപ്പോഴും നമ്മൾ ബ്രെയിനിന് നെഗറ്റീവ് എനർജി ഡബിൾ സ്പീഡിൽ അബ്സോർബ് ചെയ്യാൻ പറ്റും. ഈ അബ്സോർപ്ഷൻ നമ്മുടെ ചെയ്തിട്ട് നമ്മുടെ ചുറ്റും ഒരു നെഗറ്റീവ് എൻവയോൺമെൻറ്റ് തന്നെ ഉണ്ടാക്കുകയും ചെയ്യും. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഈ അലറുന്നത്? നമ്മൾ പാരൻറ്ഹുഡിൽ ഭയങ്കര സ്ട്രെസ്ഡ് ആയിരിക്കും. ഇനിയല്ല നമ്മൾ ചെറുപ്പം മുതൽ നമ്മുടെ ക്യാരക്ടർ ഇതായിരിക്കും. അതുമല്ല ചിലപ്പോൾ നമ്മുടെ പാരൻസ് നമ്മളോട് ബിഹേവ് ചെയ്ത് ഇങ്ങനെ ആയിരിക്കും. എന്തായാലും അതെന്താണെന്ന് നിങ്ങൾ സോർട്ട് ഔട്ട് ചെയ്ത് ഈ ക്യാരക്ടർ ഇല്ലാതാക്കേണ്ടതാണ്. കാരണം ഇത് കുട്ടിയെ ലോങ് ടേം ആയിട്ടും ഷോർട്ട് ടേം ആയിട്ടും എഫക്റ്റ് ചെയ്യും. ആ കുട്ടിയുടെ മൂഡ് ഡിസോർഡേഴ്സ്, ആൻസൈറ്റി, സ്ട്രെസ്, ഇനിയല്ല ഫിസിക്കലി ആ കുട്ടിക്ക് BP കൂടുകയോ അല്ലെങ്കിൽ ഡയബറ്റിക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടാവുകയോ അല്ലെങ്കിൽ ആസ്തമ പോലുള്ള അല്ലെങ്കിൽ BP ഇൻക്രീസ് ആവുക, അങ്ങനെ ഒരുപാട് കംപ്ലൈൻറ്റ്സ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇതൊന്നുമല്ലാതെ ഇതൊരു ലൈഫ് ലോങ് പെയിൻ ആയിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. അതായത് അവരൊരു ലോ എനർജി ഉള്ള സമയം അവർക്ക് ഇതൊരു ഫിയർ ആയിട്ടോ അല്ലെങ്കിൽ അത് എന്നും ഒരു പെയിൻ ആയിട്ടോ നിലനിർത്താൻ ചാൻസ് ഉണ്ട്. എന്നും അവരെ ഒരു ടോണ്ട് ചെയ്യുന്ന ഒരു തോട്ടായിട്ട് മാറാൻ ചാൻസ്. ഇനി ഇത് അവർ കല്യാണം കഴിച്ച്, ഈ കുട്ടി കല്യാണം കഴിച്ച് അല്ലെങ്കിൽ ഒരു റിലേഷനിലാവുമ്പോൾ അവർക്ക് അവരുടെ പാർട്ട്ണറോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു സ്കില്ല് വരെ ഇല്ലാതാവും. അതായത് അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ആ കുട്ടി അവരുടെ പാർട്ട്ണറോട് അവരുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരെ കമ്മ്യൂണിക്കേഷനിൽ ഒരു. ഇനി ഈ കുട്ടി ഇത് അടുത്ത ഒരു ജനറേഷനിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യും. അതായത് അടുത്ത കുട്ടികളോടും അലറി ഒച്ചയിട്ടിട്ടായിരിക്കും സംസാരിക്കുക. അപ്പം നമ്മൾ ഈ ജനറേഷനിൽ തന്നെ അത് നിർത്താൻ നോക്കാം. ഇനി അലറുന്ന പാരൻസ് ആണെങ്കിലോ അവർ ഭയങ്കര സ്ട്രെസ്ഡ് ആയിരിക്കും. അവർക്ക് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും ഈ അലർച്ച കാരണം. BP കൂടാനും സ്ട്രെസ്സും. അതുമാത്രമല്ല അവരിൽ ലോ എസ്റ്റീം കാണും. അതായത് അവരെ ഒരാളും റെസ്പെക്റ്റ് ചെയ്യില്ല അവരുടെ എസ്റ്റീം കുറഞ്ഞത് കാരണം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളോട് മാക്സിമം അലറി പറയാതെ അവരുടെ ഫ്രണ്ട്ലി ആയി പറയാൻ ശ്രമിക്കുക. മാത്രമല്ല ഈ ശ്രമിക്കുന്ന ഈ സമയത്ത് നമ്മൾ മാക്സിമം നമ്മൾ തന്നെ സെൽഫ് ലവ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മളെ സ്നേഹിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് കുട്ടികളോടും ഒരു ഫ്രീ ആയിട്ട് നിൽക്കാൻ കഴിയും.